നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വനിതാ മതിൽ ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി ആരംഭിക്കാനിരിക്കുകയാണ്. 3:45 വനിതാ മതിലിന്റെ ട്രയൽ റൺ ആരംഭിക്കും. 4 മണിയോടുകൂടി വനിതാ മതിൽ അത് യാഥാർത്ഥ്യമാകും. ആദ്യത്തെ കണ്ണിയായി ശൈലജ ടീച്ചറാണ് വനിതാ മതിലിന് കാസർഗോഡ് നിന്നും അണിനിരക്കുക. ഏറ്റവും അവസാനം ഇവിടെ തിരുവനന്തപുരത്താണ് ബൃന്ദ കാരാട്ടാണ് ഏറ്റവും അവസാനത്തെ കണ്ണിയായി അണിനിരക്കാൻ പോകുന്നത്. അതേസമയം സമസ്ത വനിതാ മതിലിന് എതിരായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വനിതാ മതിലിനോട് യാതൊരു രീതിയിലും സഹകരിക്കാനാകില്ല എന്ന നിലപാടുമായാണ് സമസ്തയുടെ യുവജന വിഭാഗം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്ത്രീകളെ തങ്ങളുടെ മതത്തിന്റെ പരിധിക്കപ്പുറം കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് സമസ്ത ഇപ്പോൾ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ മതിലിനോട് തങ്ങൾക്ക് യോജിക്കാനാവില്ല എന്നും സമസ്ത ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നു. സമസ്തയുടെ യുവജന വിഭാഗം ആണ് ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ആണ് ഈ സ്ത്രീകളെ തങ്ങളുടെ മതത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. പൊതുനിരത്തിൽ സ്ത്രീകളെ ഇങ്ങനെ നിരത്തി നിർത്തുന്നത് തങ്ങളുടെ മതത്തിന് വിരുദ്ധമാണ്. അതിനെതിരെ ഒരു മതിലും കെട്ടാൻ തങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തങ്ങൾ ഇതിനെ നിരുപാധികം തള്ളിപ്പറയുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റ് സാമുദായിക സംഘടനകളായ SNDP, KPMS അടക്കമുള്ളവർ വനിതാ മതിലിൽ പങ്കെടുക്കും. യാക്കോബായ സഭയടക്കം 1 ലക്ഷം സ്ത്രീകളെ വനിതാ മതിലിൽ അണിനിരത്തുമെന്ന് സർക്കാരിന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 50 ലക്ഷത്തോളം സ്ത്രീകളാണ് ഇന്ന് വനിതാ മതിലിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അണിനിരക്കുന്നുവെന്ന് സർക്കാർ ഇപ്പോൾ വാദം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആദ്യം 30 ലക്ഷമായിരുന്നു, എന്നാൽ ഇത് 50 ലക്ഷമാകും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് വനിതാ മതിലിന് നേടും എന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ വാദങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനായി ഗിന്നസ് നിരീക്ഷണ സമിതി ഇന്നലെ തന്നെ തലസ്ഥാനത്ത് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമസ്ത തങ്ങളുടെ പിന്തുണ പിൻവലിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 620 കിലോമീറ്റർ നീളത്തിലാകും വനിതാ മതിൽ തീർക്കുക. ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്താണ് ആദ്യം സ്ത്രീകൾ അണിനിരന്നു തുടങ്ങുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘാടകരായ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ നിശ്ചിത കേന്ദ്രങ്ങളിൽ 3 മണിക്ക് തന്നെ അണിനിരക്കും. റിഹേഴ്സൽ 3:30 മണിക്ക് നടക്കും. 4 മണിയോടുകൂടിയാണ് വനിതാ മതിൽ. ഈ സമസ്ത ഇതിൽ എതിർപ്പ് അറിയിച്ചതോടുകൂടി എങ്ങനെയാണ് വനിതാ മതിലിന്റെ മറ്റു രീതികൾ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. വനിതാ മതിലിൽ 50 ലക്ഷം ആൾക്കാരെ അണിനിരത്തും എന്ന സർക്കാർ വാദം ഇതോടുകൂടി വലിയ പ്രതിരോധത്തിലാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. സമസ്ത ഇപ്പോൾ ഇത് പിൻവലിച്ചതോടുകൂടി സമസ്തയിലുള്ള സ്ത്രീകൾ വനിതാ മതിലിൽ പങ്കെടുത്താൽ കൂടുതൽ നടപടികളിലേക്ക് അവർ പോകുമോ എന്നുകൂടി നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.